കൊല്ലത്ത് ഉത്സവ പരിപാടിയിലെ വിപ്ലവഗാനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കടക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായുള്ള സംഗീത പരിപാടിയിലാണ് വിപ്ലവഗാനങ്ങൾ ആലപിച്ചത്. കൊല്ലം കടക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അലോഷിയുടെ ഈ പാട്ട്. സിപിഎമ്മിന്റെ സംഘടനയായ വ്യാപാരി വ്യവസായി സമിതി മടത്തറ, ആൽത്തറമൂട് യൂണിറ്റുകൾ, വ്യാപാരി വ്യവസായി സമിതി, കടക്കൽ ഏരിയ കമ്മിറ്റി എന്നിവയുടെ വഴിപാടായാണ് സംഗീത പരിപാടി നടത്തിയത്. ഗസൽ വിപ്ലവ ഗായകനായ കണ്ണൂർ സ്വദേശി അലോഷി ആദമാണ് പുഷ്പനെ അറിയാമോ എന്ന ഈ വിപ്ലവഗാനം വേദിയിൽ പാടിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഡിവൈഎഫ്ഐയുടെ പതാക പശ്ചാത്തലമൊരുക്കി വിപ്ലവഗാനം പാടിപ്പിച്ചെന്നാണ് വിമർശനം. അലോഷിയുടെ പാട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചതോടെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി. ക്ഷേത്രത്തെ പാർട്ടി പരിപാടിയാക്കി മാറ്റിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഈ പരിപാടിയിൽ ആർക്കെങ്കിലും പിഴവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ അത് തിരുത്തി ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തോട് ക്ഷമാപണം നടത്തി മേലാൽ ഇത്തരം പരിപാടികൾ ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത CPM പുലർത്തണം എന്നാണ് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാറുള്ളത്. എന്നാൽ സദസ്സിൽ നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഗായകൻ അലോഷി പാടിയതെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ വിശദീകരണം. ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരാൾ എണീച്ചിട്ട് പറയൂ, പുഷ്പനെ അറിയാവുന്ന പാട്ട് പാടണം, ഏറ്റവും അവസാനമാണ് ഈ പാട്ട് പാടുന്നത്. ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്ന ഹൈക്കോടതി നിർദ്ദേശമടക്കം നിലനിൽക്കുമ്പോഴാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപനം എന്നതും ശ്രദ്ധേയം. മുൻപ് നവകേരള സദസ്സിന് ഇതേ ക്ഷേത്ര മൈതാനം വിട്ടു നൽകിയത് വിവാദമാവുകയും കോടതി ഇടപെടൽ വന്നതോടെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. 24 കൊല്ലം.